കുശുമിയുടെ പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലയളവില് നമുക്ക് യൂട്യൂബിലും അല്ലാണ്ടും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന സംഭവമാണ് കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൈകൊട്ടിക്കളി അഥവാ വീരനാട്യം. ഞങ്ങളൊക്കെ പറയുന്ന വീരനാട്യം എന്നാണ്, പക്ഷെ യൂട്യൂബിലൊക്കെ കൈകൊട്ടിക്കളി എന്നാട്ട് പറയാറ്. അറിയപ്പെടുന്നത് ഈ കൈകൊട്ടിക്കളിയില് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ പാട്ടുകളും ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പാട്ടുകളും ഒക്കെയാണ് ഞങ്ങൾ ഇന്ന് തരുന്നത്. അപ്പോൾ ഈ കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാതിരേന്റെ ഒരു പരിഷ്കരിച്ച രൂപമായതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഏതെങ്കിലും ദേവിയെയോ ദേവനെയോ സ്തുതിച്ചുകൊണ്ട് ഒരു പാട്ടുണ്ടല്ലോ, അങ്ങനെ നിങ്ങളൊരു പാട്ടെടുക്കുവാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എടുക്കേണ്ട അധികാരം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളെ ടീമുകാർ ഉപയോഗിച്ച് ഭയങ്കര വിജയം കണ്ട ഒരു പാട്ടാണ് പമ്പാ ഗണപതി. പമ്പാ ഗണപതി പാരിന്റെ അധിപതി തന്നെ തുമ്പിക്കൈ ചേർക്കണം വിഘ്നങ്ങൾ ഇതുപോലെ തീർക്കണം മുമ്പിൽ. അല്ലെങ്കിൽ വേറൊരു പാട്ടുണ്ട്, ആ പാട്ട് കൂടുതൽ പേര് ഉപയോഗിച്ചിട്ട് ഉള്ള പാട്ടാണ്. ഞങ്ങളുടെ ടീമുകാർ ഉപയോഗിച്ച് നല്ല വൻ വിജയം തന്നെ കിട്ടിയ ഒരു പാട്ട് തന്നെയാണ്. ചന്ദ്രകലാധരൻ തന്മകനെ വരം തന്നു വിളങ്ങണേ എൻ ഗുരുവേ. ഇനി അടുത്തൊരു പാട്ടുണ്ട്. കൈകൊട്ടിക്കളിയില് നാടൻപാട്ട് എന്തായാലും വേണമല്ലോ. അപ്പൊ നാടൻപാട്ട് എടുക്കുവാണെങ്കിൽ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ളൊരു പാട്ടുണ്ട്. ആണ്ടവനെ മുരുക ദേവനെ ആറുമുഖ സ്വാമിയേ, ആണ്ടവനെ മുരുക ദേവനെ ആറുമുഖ സ്വാമിയേ, പാണ്ടിനാളണ്ടവനെ സുബ്രഹ്മണ്യ തങ്കമയിലറിവാ. അടുത്തൊരു പാട്ടുണ്ട്. ഇപ്പൊ ഒക്കെ കൈകൊട്ടിക്കളിയിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന അടിപൊളി പാട്ടുകളുണ്ട്. അതിലൊന്നാണ് ശ്രീഭദ്രകാളി ദേവി വാഴും മുന്നിൽ ചെന്തൂരം രവി കണ്ടുറന്നു കാവിൽ തന്നാരോ താളം. ആ പാട്ട് ഞങ്ങൾക്ക് അറിയില്ല. പല ടീമുകാരും ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി പാട്ട് തന്നെയാട്ടോ അതും. പിന്നെ അടുത്ത പാട്ട് പറയുകയാണെങ്കിൽ അതും ഇപ്പൊ ടോപ്പ് ലെവലിൽ തന്നെ നിൽക്കുന്ന ഭയങ്കര റീച്ച് കിട്ടുന്ന നല്ലൊരു പാട്ട് തന്നെയാണ്. അത് ദേവീന്റെ തന്നെ പാട്ടാണ്. മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂമ്പൂരി ചാർത്തോട്ടെ, മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂമ്പൂരി ചാർത്തോട്ടെ. ഞാനൊക്കെ കളിച്ചിട്ടുള്ള പാട്ട് തന്നെയാട്ടോ അതും. അത് വെല്ലോട്ട് കൂടെ ചേച്ചി കളിച്ച പാട്ട്. പിന്നെ ഒരു പാട്ടുണ്ട്, അതിന്റെ എനർജി എടുക്കുന്ന പാട്ട് തന്നെയാണ്. ടീമുകാർ എടുത്തിട്ടുണ്ട്, പക്ഷെ എടുത്തിട്ടില്ല. അന്യായ എനർജിയിൽ എടുക്കുന്ന ഭയങ്കര ടോപ്പ് ലെവലിൽ എന്ന പാട്ടാണ്. ആ പാട്ടാണ്. അതൊക്കെ എനർജി ലെവലിന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ. അത് തന്നെ. പിന്നെ അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒക്കെ കൈകൊട്ടിക്കളിയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ അതൊക്കെ കളിച്ചിട്ട് എന്ത് ഭയങ്കര ഒരു സ്ലോ ആണെങ്കിലും ഭയങ്കര ഇമ്പമുള്ള കാണികളെ ഒരു ഇതാക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാനഴകുള്ള പെണ്ണിവള, കാണുന്നോരെല്ലാരും കണ്ണു വെച്ചിടും കരിനില കണ്ണുകളുള്ളവള, നല്ല കട്ടി ചുവപ്പുള്ള ചുണ്ടുകളാ. ഇനി അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ലെവലും അതിന്റെ ഒരു പക്ക എനർജി ലെവലാണ്. കൂടാതെ ഈ കൈകൊട്ടിക്കളി എന്ന് തുടങ്ങിയോ അന്ന് മുതല് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഇന്നും അതിന്റെ ഇത് നിലനിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. അച്യുതൻ മുകിൽ വർണ്ണൻ രാമഗീതന്റെ കൊച്ചു കൃഷ്ണനുണ്ണി പിറന്നേ. അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമ ലക്ഷ്മണൻ എന്ന് പറഞ്ഞ പാട്ടാണ്. അതും വളരെ ഇമ്പമുള്ള നല്ല ബീച്ചുള്ള ഒരു പാട്ട് തന്നെയാണ്.
തുള്ളിരാമ ലക്ഷ്മണനും സീതയൊത്തു വേഗം പഞ്ചവടിയിൽ നല്ല പർണശാല തീർത്തു മൂവരൊത്തു സുഖവാസം ചെയ്യും ഗാനം തുള്ളി തുള്ളി കളിക്കുന്ന മാനേ ലിറിക്സ് അറിയില്ലാത്തോണ്ടാട്ടോ. പിന്നെ അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ ഇമ്പമുള്ള, സ്ലോ ആണെങ്കിലും ഈ കാണികളെ ഇരുത്തി കാണിപ്പിക്കുന്ന നല്ല അടിപൊളി ഒഴുക്കുള്ള ഒരു പാട്ട് തന്നെയാണ്. രഘുപതി രാമം രാഘവരാമം സരയൂ തീരം ലലലല. പിന്നെ അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു നാടൻ പാട്ട് തന്നെയാണ്. അടിപൊളിയാണ് ആ പാട്ടൊക്കെ, എനർജി ലെവലിൽ നിൽക്കും. അത് അധികാരം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാലും ഞങ്ങളുടെ ഈ അമ്പലത്തിലൊക്കെ വന്നിട്ട് അവര് കാച്ചിയ ഒരു പാട്ട് എറിഞ്ഞിട്ട് ഈ തൂപ്പൊക്കെ ഇല്ലേ, തൂപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യവേപ്പിന്റെ ഇലയാണ് സാധാരണ ഉപയോഗിക്കാറ്. അല്ലെങ്കിൽ ചില ടീമാര് മാവിന്റെ ഇലയോ അങ്ങനത്തെ കുറച്ച് ഇലകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ പിടിച്ച് ഒരു ടീമുകാര് വന്ന് കളക്കിയ ഒരു പാട്ടാണ്. ആടാടും ദേവികളെ ആടാടും ദേവിയോളത്ത് എന്തൊരഴകാണ്. അതൊക്കെ നല്ലൊരു പാട്ട് തന്നെയാണ്. പിന്നെ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിന്ന് നല്ല മിക്ക ടീമാരും എടുത്ത് വിജയം കണ്ടിട്ട് പോയ, ഞങ്ങളുടെ ടീമാരൊക്കെ വൻ വിജയം കണ്ടിട്ട് പോയ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ. ഒരു നാടൻ പാട്ടാണ്, നല്ല സ്പീഡിലുള്ള പാട്ടാണ്. ഞാൻ ചേനത്തണ്ടൻ ചുറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ വഞ്ചി പാട്ടിന്റെ മോഡലിലുള്ള നല്ലൊരു അടിപൊളി പാട്ടാണ്. അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം ഉപയോഗിച്ചിട്ടില്ല എങ്കിലും ഒരു ടീമുകാർ വന്നിട്ട് കലക്കിയ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ. കുറച്ചുകാലം മുമ്പൊക്കെ ട്രെൻഡിങ് ആയിരുന്നു. ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായകോദയമയ, ശിവന്റെ പാട്ട് തന്നെയാണ്. അടുത്ത പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീമുകാർ, ഞങ്ങള് കൊച്ചുകുട്ടികളൊക്കെ ഉള്ള ഒരു ടീമുകാരാണ്. അപ്പൊ ഈ കൊച്ചുകുട്ടികള് ഞങ്ങളൊക്കെ കളിച്ചിട്ടുള്ള നല്ല അടിപൊളി പാട്ടാണ് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോകുലബാലബാലക എന്നാണ് അതിന്റെ പേര്. അത് കൊച്ചുകുട്ടികൾ കളിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമാണ്, നല്ല സൂപ്പർ ആയിരുന്നു, വൻ വിജയം കണ്ട പാട്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് കുഞ്ഞ് ഒരു കൃഷ്ണനെ, ഞങ്ങളുടെ കൂടെ കളിക്കുന്ന കൊച്ചിന്റെ അനിയനെ കൃഷ്ണനാക്കിയിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ദേവു എന്ന് പറഞ്ഞ അനിയനെ വേഷം കെട്ടിച്ച്, കൃഷ്ണന്റെ വേഷം കെട്ടിച്ച് അതിന്റെ ഞങ്ങൾ കളിക്കണതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടിച്ചു കിട്ടും. അതെ, അതൊക്കെ വന്നപ്പോ ഞങ്ങൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്, എല്ലാരും മറക്കാതെ കാണുക കേട്ടോ. ഗോകുലബാലബാലക ഗോപികമാരുടെ കാമുക ഉണ്ണിക്കണ്ണാവാ എന്നുണ്ണിക്കണ്ണാവാ. സാരല്ല ഗൈസ്, അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം കളിച്ചിട്ടില്ല എങ്കിലും നല്ലൊരു അടിപൊളി നാടൻ പാട്ടാണ് കേട്ടോ. എന്നാലും നാത്തൂന്മാരെ നിങ്ങളുടെ പൊന്നാങ്ങളെന്നെ വേണ്ട പോലോ, ആ പാട്ടാണ്. പിന്നെ ഈ അച്യുതനില്ലേ, അച്യുതൻ കൊച്ചു മുകിൽ വർണ്ണൻ, ഞാൻ പറഞ്ഞില്ലേ എന്ന് കൈകൊട്ടിക്കളി തുടങ്ങിയോ അന്ന് തൊട്ട് ഇന്ന് വരെ നിലനിൽക്കുന്ന ആ പാട്ട് അതുപോലൊരു പാട്ട് തന്നെയാണ്. ഒന്നാമമ്പെടുത്ത രാമനയണ നേരമതയിലോ ലങ്കേശൻ രാവണനെ നെഞ്ചിലിടുക്കിയാലോ കൊല്ലാതെ മതി. അതിനും നല്ല എനർജി ലെവലും ബെസ്റ്റ് ആണ് കേട്ടോ. രാമന്റെ ശക്തി നമ്മുടെ നെഞ്ചിലേട്ട് അങ്ങോട്ട് കേറി വരും. നമ്മള് ഞങ്ങളൊക്കെ കളിച്ച് ഹിറ്റ് ആയിട്ടുള്ള പാട്ട് തന്നെയാട്ടോ. പിന്നെ അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീമുകാരൊക്കെ കളിച്ചിട്ടുള്ളതാണ്, മിക്കവരും തന്നെ എടുത്തിട്ടുള്ള പാട്ടാണ്, നാടൻ പാട്ടാണ്. ഞാൻ പോയി വരുമ്പോ ആകാശത്തൊട്ട് തലോട്ടനെ രൺമരം കണ്ടേ ഞാൻ. മണിച്ചേട്ടന്റെ പാട്ടാണ്. മണിച്ചേട്ടന്റെ പാട്ടൊക്കെ നല്ല സൂപ്പർ അല്ലേ. പിന്നെ എല്ലാ ടീമുകാരും എടുക്കുന്ന ഒരു പാട്ട് തന്നെയാണ് കേട്ടോ. ആ പാട്ടിന്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അതിന് സ്പീഡൊക്കെ നല്ലൊരു പാട്ട് തന്നെയാണ് കേട്ടോ.
ഒന്നാം മണിക്കിണറ്റില് വള കളഞ്ഞ പെണ്ണുമാലതിയെ ഒന്നാം മണിക്കിണറ്റില് വള കളഞ്ഞ പെണ്ണുമാലതിയെ ആ പാട്ടാണ്. ആ മിക്ക ടീമാരും തന്നെ എടുത്ത് നല്ല വൻ വിജയം ചെയ്തിട്ട് പോയ പാട്ടാണ് കേട്ടോ. പിന്നെ അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ തൂപ്പ് ഒക്കെ ഉണ്ടെന്ന് ആര്യവേപ്പിന്റെ ഇലയൊക്കെ അതൊക്കെ വെച്ച് കളിക്കേണ്ട ഒരു പാട്ടാണ് കേട്ടോ. ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള പാട്ട് തന്നെ കേട്ടോ. അതും ഞങ്ങളുടെ ടീമാരൊക്കെ കളിച്ചിട്ടുള്ളതാണേ. അടുത്ത അല്ലേ അല്ല കുറുമ്പക്കവിന്റെ അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താകൃതാളം എന്ന് പറഞ്ഞ പാട്ടാണ്. അത് ദേവിയുടെ പാട്ട് തന്നെയാണ്. ഞങ്ങളൊക്കെ കളിച്ചിട്ടുള്ള കേട്ടോ, പിള്ളേരൊക്കെ കളിച്ചിട്ടുള്ളതാണ്. പാടാലേ എന്നാ താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം പാടും കൊടുങ്ങല്ലൂരിലമ്പേ ദേവി. അതും മിക്ക ടീമാരെടുത്ത് ഭയങ്കര ട്രെൻഡിങ്ങിൽ എന്ന ഒരു പാട്ട് തന്നെയാണ്. അടുത്ത പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീമാരൊക്കെ ഈ തൂപ്പൊക്കെ പിടിച്ച് 2 ലൈനായിട്ടൊക്കെ നിന്ന് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും സ്പീഡൊക്കെ ഉള്ള നല്ല ഒരു അടിപൊളി റിമീറ്റോം പാടിയ നല്ലൊരു അടിപൊളി പാട്ട് തന്നെയാണ്. ആറുമുഖൻ മുന്നിൽ ചെന്ന കാവടിയം നാട് മുരുകന്റെ പുകൾ പാട് ഉള്ളിലാളും ദുഃഖം മൂട് വള്ളിനാഥൻ തരും കാരുണ്യത്തിൻ പഞ്ചാമൃതം തേട്. അതിന്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ സ്പീഡൊക്കെ തന്നെയാണ്. നല്ലൊരു അടിപൊളി പാട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ താകൃതാളം പോലെ തന്നെ ഭയങ്കര ഹിറ്റായിട്ട് നിന്ന ഒരു പാട്ട് തന്നെയാണ്. പണ്ട് പരമേശൻ പാർവതി താനുമായി കലാപന്മാല തന്മുകളിൽ ഒന്നിച്ചു പാലകന്മാരുമായി ഓരോരോ ലീലകൾ പൂണ്ടു വാസിക്കും കാലോ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ തനനെ നാനാനെ നാനേ നന്നാ. പ്രസീത ചാലക്കുടി പാടിയ ഒരു പാട്ടാണ്. അതിന്റെ മ്യൂസിക്കും ബീറ്റ്സും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ആ ചേച്ചി പറഞ്ഞ എന്നാ സുഖ. ഞങ്ങളുടെ ടീമാരൊക്കെ കളിച്ചിട്ടുള്ളതാണ് ചേച്ചി. പിന്നെ അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈ കൈകൊട്ടിക്കളിയിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. അതും പ്രസിദ്ധ ചാലിക്കുടിയുടെ തന്നെ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുങ്കൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ. അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആ ദേവീന്റെ പാട്ട് തന്നെയാണ്. ദേവീന്റെ പാട്ടെന്ന് പറഞ്ഞാൽ പിന്നെ പറയണോ, എനർജി ലെവല് പിന്നെ ഹിറ്റായിരിക്കൂലേ. അങ്ങനെ ഭയങ്കര ഹിറ്റായിട്ടുള്ള മിക്ക ടീമാരും എടുത്ത് വൻ വിജയം നേടിയ ഒരു പാട്ട് തന്നെയാണ്. അതിന്റെ മ്യൂസിക്കും നല്ല ഒഴുക്കൊക്കെ ഉള്ള നല്ലൊരു പാട്ട് തന്നെയാണ്. കാലിൽ ചിലമ്പണിഞ്ഞ കാളിയമ്മേ കൊടും കാളിയമ്മേ ഇടം കയ്യിൽ ശിരസുമായി വാഴും അമ്മേ അമ്മേ കാളിയമ്മേ. അതും തൂപ്പൊക്കെ പിടിച്ച് കളിക്കുന്ന പാട്ടാണ്. അടുത്ത പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലിറിക്സ് എനിക്ക് അറിയില്ല കേട്ടോ, എന്നാലും പാടാം. അത് മണിച്ചേട്ടൻ മണിയാണെന്ന് തോന്നുന്നു. അത് നാടൻ പാട്ട് തന്നെയാണ് കേട്ടോ. അത് കുറെ പേര് കളിച്ചിട്ടുള്ളതാണ്. അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അങ്ങനെ പാടെ അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അങ്ങനെ പാടെ അമ്മേ കൊടുങ്ങല്ലൂരമ്മേ. അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്. മിക്ക ടീമാരും തന്നെ എടുത്തിട്ടുള്ള പാട്ട് തന്നെയാണ്. വെടിക്കെട്ട് സിനിമയിലെ പാട്ടാണ്. അതിന്റെ ബീറ്റ്സും മ്യൂസിക്കും ആ അടിയൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. കനകാഞ്ചിനി മിന്നും കപോലങ്ങളാണേ കളഭം തൊടുക്കുന്ന ആ കണ്ണുകളാണേ. അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എനർജി ലെവലും എന്റെ പോനെ എനിക്ക് പറയാൻ പറ്റില്ല, അത്ര
അത്രയ്ക്ക് എന്താ പറയണ്ടേ, ഭയങ്കര ഇതാണ്, ഭയങ്കര എനർജി ലെവലും നല്ലൊരു എന്താ അതിന്റെ മ്യൂസിക്കും അടിയും ബീച്ചും എല്ലാം കൂടെ വരുമ്പോ സെറ്റപ്പ് ആയിരിക്കും ആ പാട്ട്. അപ്പൊ പിന്നെ അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടൻ പാട്ടാണ്. മിക്കടിമാരും എടുത്ത പാട്ട് തന്നെയാണ്. അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാട്ടല്ല, ഈ എന്താ കൈകൊട്ടി കളിയില് മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണത്. എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ചെണ്ടമേളം. ചെണ്ടമേളം 2 തരത്തിലുള്ള ഉണ്ട്, 2 രീതിയിലുള്ള. ഒരെണ്ണം ഞങ്ങൾ പാടിത്തരാം, അല്ല 2 ഞങ്ങൾ പാടിത്തരാൻ പറ്റില്ല, കൊട്ടാണ് ശരിക്കും. ഞങ്ങൾ വായും കൊണ്ട് എങ്ങനെയും ഒക്കെ ഒപ്പിച്ചേരാം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്കുണ്ടല്ലോ ഞങ്ങൾ ഈ നേരിയതൊക്കെ ഇല്ലേ തലയിൽ കുത്തി, തലയിൽ ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ എടുത്ത് കറക്കണൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ. അങ്ങനെ മിക്കവർക്കും തന്നെ അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അടുത്ത 2ാമത്തെ ചെണ്ടമേളം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡുള്ളതാണ്, ഭയങ്കര സ്പീഡാണ്. പഠിത്തരാം, ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ളതാണ്, എല്ലാരും എടുത്തിട്ടുള്ളതാണ്. പാടി കഴിഞ്ഞ പിന്നെ അത് ഫുള്ള് പാടി വരും. അയ്യോ. അപ്പൊ ഇത്രയുള്ള ഞങ്ങളുടെ വീഡിയോ. ഇത്രയും പാട്ട് ആണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ കൈകൊട്ടി കളി കളിക്കുവാണെങ്കിൽ ഇത്രയും പാട്ട് എന്താണ് ഇതില് ഏതെങ്കിലുമൊക്കെ നിങ്ങൾ എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി ഒരു അടുത്ത വീഡിയോ ആയി വരുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക്